തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ട് നമ്മൾ പഠിച്ചെടുക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ എൻ ഓർബിറ്റൽ. ഓർബിറ്റലിൽ കൊള്ളാവുന്ന ഇലക്ട്രോണുകൾ എത്ര എന്നാണ്. ഒരു ഓർബിറ്റലിൽ കൊള്ളാവുന്ന ഇലക്ട്രോണുകൾ, ഓർബിറ്റൽ ഏത് ഓർബിറ്റലും കൊള്ളാവുന്ന ഇലക്ട്രോണുകൾ എത്രയാ? 2 ആണ്. ഓർബിറ്റലിൽ കൊള്ളാവുന്ന ഇലക്ട്രോൺ എത്ര എന്ന് മക്കളോട് ക്വസ്റ്റ്യൻ വന്നാൽ ഓർബിറ്റലിൽ കൊള്ളാവുന്ന ഇലക്ട്രോൺ 2 ആണെന്ന് ഈസി ആയിട്ട് ആൻസർ ചെയ്യണം. വാട്ട് ആർ ദ സബ്ഷെൽ ഇൻ എൽ ഷെൽ? എൽ ഷെല്ലിൽ ഏതൊക്കെ സബ്ഷെല്ലുകളാണ് ഉള്ളതെങ്കിൽ നമുക്ക് നോക്കാം. കെ എന്ന് പറയുന്ന മെയിൻ ഷെല്ലിനുള്ളിൽ ഒരു സബ്ഷെല്ലുള്ളത് 1s ആണ്. എൽ എന്ന് പറയുന്ന മെയിൻ ഷെല്ലിനുള്ളിൽ 2 സബ്ഷെല്ലാണ്, 2s ഉം 2p യും. എല്ലിൽ കൊള്ളാവുന്ന ഇലക്ട്രോൺ 8 ആണ്. 8 ഇലക്ട്രോണുകൾ 2s ലും 2p യിലാണ് കൊടുത്തിരിക്കുന്നത്. എം എന്ന് പറയുന്ന മെയിൻ ഷെല്ലിൽ 18 ഇലക്ട്രോണുകളും അത് 3s ആണ്, 3p ആണ്, 3d ആണ്. അപ്പൊ കെ ഷെല്ലിൽ എത്രയാ? 1s. എല്ലിന് 2s ഉം 2p യും. അപ്പൊ എല്ലിനുള്ളിൽ ഏതൊക്കെ സബ്ഷെല്ലുകളാണെന്നാണ്? 2s ഉം 2p ആണുള്ളത്. വിച്ച് സബ്ഷെൽ ഈസ് ഫൗണ്ട് ഇൻ എവരി ഷെൽ? ഏത് സബ്ഷെല്ലാണ്? എല്ലാ ഷെല്ലിലും പ്രസന്റ് ആയിരിക്കുന്നത് ഏത് സബ്ഷെല്ലാണ്? ഏത് സബ്ഷെല്ലാണ് പറ? എല്ലാത്തിലുമുള്ള ഒരു സബ്ഷെൽ, എല്ലാ ഷെല്ലിലും. വിച്ച് സബ്ഷെൽ ഇൻ ഫൗണ്ട് ഇൻ എവരി ഷെൽ? ഏത് ഷെല്ലിലുമുള്ള ഒരു സബ്ഷെല്ലാണ് എസ് സബ്ഷെൽ. എന്താ പറ? എസ് സബ്ഷെൽ. ക്ലിയർ അല്ലേ? അപ്പൊ എല്ലാ ഷെല്ലിലുമുള്ള ഒരു സബ്ഷെൽ ഏത് വെച്ചാൽ എസ് സബ്ഷെല്ലാണ് എല്ലാത്തിലും ഉള്ളത്.